ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചു എന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ബജറ്റ് പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. കേരളത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടുവെന്നും അതിവേഗ വളർച്ചയുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ കേരളമെന്നും പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. പ്രതിസന്ധിയെ അതിജീവിച്ച് കേരളം ടേക്ക് ഓഫിന് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കവെയും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടെന്ന വിവരം ധനകാര്യമന്ത്രി വെളിപ്പെടുത്തിയിരുന്നു. മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് സംസ്ഥാനം മുന്നേറും. ധനഞെരുക്കം സർക്കാർ ജനങ്ങളോട് തുറന്നു പറഞ്ഞതായി വിവരിച്ച ബജറ്റ് പ്രസംഗം സംസ്ഥാനത്തിന്റെ വികസനം പരിശോധിക്കുന്ന ആർക്കും സാമ്പത്തിക മുന്നേറ്റത്തിന് ടേക്ക് ഓഫിന് ഒരുങ്ങി നിൽക്കുന്നുവെന്ന് കാണാനാവുമെന്നും ധനമന്ത്രി എടുത്തു പറയുന്നുണ്ട്. വളർച്ചാ നിരക്ക് ഇനിയും മെച്ചപ്പെടും. പശ്ചാത്തല സൗകര്യ വികസനവും വികസന പദ്ധതികളും ഒരുപോലെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ KN ബാലഗോപാൽ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ വിമർശനവും ബജറ്റ് പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തി. കേന്ദ്രം സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം വെട്ടിക്കുറച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക് ബജറ്റിൽ കൂടുതൽ കൈത്താങ്ങുമായിട്ടാണ് സർക്കാരിന്റെ വരവ്. 2025-26 വർഷത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് 10,431.73 കോടി രൂപ നീക്കിവെച്ചുവെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. ബജറ്റ് അവതരണ വേളയിലാണ് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത്. കേരളത്തിലെ സൗജന്യ ചികിത്സയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവുമായി സംസ്ഥാന ബജറ്റ്. കേരളീയ ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാകുന്ന ഫുഡ് കോർട്ടുകൾ, നാടൻ ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപണനശാലകൾ, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, സമീപ ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂർ പാക്കേജുകൾ തുടങ്ങിയവ ലോക കേരള കേന്ദ്രത്തിൽ ലഭ്യമാകണമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു. അടുത്തത് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ വിദ്യാർത്ഥികളെ തൊഴിൽ പ്രാപ്തരാക്കുന്ന പദ്ധതികളാണ്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ തൊഴിൽ പ്രാപ്തരാക്കാനുള്ള വിജ്ഞാന കേരളം പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിൽ ക്ഷാമത്തിന് കടിഞ്ഞാണിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി വരുന്നത്. വിവിധ കോഴ്സുകളിൽ അവസാന വർഷം പഠിക്കുന്ന 5 ലക്ഷം വിദ്യാർത്ഥികളെ കൃത്യമായ നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ പ്രാപ്തരാക്കുക, പഠനം പൂർത്തീകരിച്ച് ശരിയായി തയ്യാറെടുപ്പിച്ച് തൊഴിൽ മേളയിലൂടെ തൊഴിൽ നൽകുക എന്നീ ജനകീയ ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട വയനാട് മേപ്പടിയിലെ പുനരധിവാസത്തിനായി 750 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ബജറ്റ്. വയനാട് പുനരധിവാസത്തിനായി 2221 കോടിയുടെ പദ്ധതിയാണ് വേണ്ടതെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു സഹായവും ഉണ്ടായിട്ടില്ലെന്നാണ് ധനമന്ത്രി പറയുന്നത്. ആദ്യഘട്ടമായിട്ടാണ് 750 കോടി പ്രഖ്യാപിക്കുന്നത്. നേരത്തെ 850 കോടിയുടെ പദ്ധതി വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും സഹായത്തിന് തയ്യാറായിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സമാനമായ മനോഭാവം ഇക്കാര്യത്തിൽ കേന്ദ്രം കേരളത്തോടും പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ധനഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയാണെന്നും KN ബാലഗോപാൽ ആരോപിച്ചു. ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.